ഹരിയാന തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ഏടാണ്. വലിയ വിജയപ്രതീക്ഷയിൽ ഇറങ്ങി കോൺഗ്രസ് മൂക്കും കുത്തി വീണ സംസ്ഥാനമാണ് ഹരിയാന. എക്സിറ്റ് പോളുകളെ അടക്കം കാറ്റിൽ പറത്തി ബി.ജെ.പി കുതിപ്പ് നടത്തിയപ്പോൾ കോൺഗ്രസിന്റെ തോൽവി അവിശ്വസനീയമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാലിയായിരുന്നിടത്തു നിന്നും 5 സീറ്റുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസ് കരുത്തുകാട്ടിയ ഹരിയാനയിൽ പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ കൈപൊള്ളി. എന്തായാലും ഹരിയാന വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുമ്പോൾ നിരാശയിലാകുന്നത് കോൺഗ്രസ് തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും തമ്മിൽ തല്ല് സജീവമാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ബി.ജെ.പി തുടർഭരണം നേടിയ ഹരിയാനയിൽ കോൺഗ്രസിലെ ചില എം.എൽ.എമാർക്ക് ബി.ജെ.പിയോടുള്ള ആഭിമുഖ്യം മറനീക്കി പുറത്തു വരുന്നുമുണ്ട്. ഒ.ബി.സി വോട്ട് ലക്ഷ്യത്തോടെ ബി.ജെ.പി തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയുടെ ഹരിയാനയിലെ ശക്തി കേന്ദ്രമായിരുന്ന മനോഹർ ലാൽ ഖട്ടറിനെ നീക്കി നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു. സൈനിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് നേരിട്ടാണ് 2024 തിരഞ്ഞെടുപ്പ് ബി.ജെ.പി കൈപ്പിടിയിലാക്കിയത്. നയാബ് സിംഗ് സൈനിയുടെ ഭരണത്തിൽ ബി.ജെ.പിയിലേക്ക് ചാടാൻ നോക്കുന്ന ചിലർ കോൺഗ്രസിലുണ്ട് എന്നാണ് ഹരിയാനയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ ഭരണം നേടാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെ ഭരണപക്ഷത്തേക്ക് കണ്ണുവെക്കുന്ന എം.എൽ.എമാർ ഹരിയാന കോൺഗ്രസിൽ ഉണ്ടെന്നതാണ് സത്യം. മുഖ്യമന്ത്രി സൈനി കഠിന പ്രയത്നം ചെയ്യുന്ന നേതാവാണെന്നും വളരെ മികച്ച മുഖ്യമന്ത്രിയാണെന്നും എല്ലാം പറഞ്ഞ് ചില കോൺഗ്രസ് എം.എൽ.എമാർ പുകഴ്ത്തൽ രാഷ്ട്രീയം തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ശക്തനായ ഒരു നേതാവിനോട് ആരാധന തോന്നുന്നുവെന്നും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുന്നുവെല്ലാം ഹരിയാനയിലെ 2 കോൺഗ്രസ് എം.എൽ.എമാർ പറഞ്ഞതോടെയാണ് മനസ്സിലിരിപ്പ് മറനീക്കി പുറത്തു വന്നത്. സംസ്ഥാനത്ത് ബി.ജെ.പി അധികാരത്തിൽ തിരിച്ചെത്തി 3 മാസത്തിനുള്ളിലാണ് സൈനിക്കുള്ള പ്രശംസ കോൺഗ്രസ് എം.എൽ.എമാരായ ഷാലി ചൗധരിയും ഗോകുൽ സദയും അവതരിപ്പിച്ചത്. നാരായൺഘാട്ടിലെ എം.എൽ.എ ആണ് ഷാലി ചൗധരി. ഗോകുൽ സേദിയാവട്ടെ സിർസയിലെ എം.എൽ.എയും. 90 അംഗ നിയമസഭയിൽ ബി.ജെ.പിക്ക് 48ഉം കോൺഗ്രസിന് 37 അംഗങ്ങളാണ് ഉള്ളത്. കേവല ഭൂരിപക്ഷത്തിന് മുകളിൽ ഒറ്റയ്ക്കുള്ള ബി.ജെ.പിക്ക് നിലവിൽ പ്രതിസന്ധികളൊന്നും മുന്നിലില്ല എന്നിരിക്കെ ഏതാനും കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചാടി സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് ഊഹാപോഹങ്ങളുമുണ്ട്. എന്നാൽ സംഭവം കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുന്നതോടെ നിയമസഭാ അംഗങ്ങളും ബി.ജെ.പി നേതാക്കളും ഇത്തരം നീക്കങ്ങളൊന്നും ഇല്ലെന്നാണ് പ്രതികരിച്ചത്. കോൺഗ്രസ് എം.എൽ.എമാരുടെ മണ്ഡലത്തിൽ നന്ദി പ്രകടന യാത്രയുമായി എത്തിയ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി മണ്ഡലങ്ങൾക്ക് ധനസഹായവും പദ്ധതികളുമെല്ലാം പ്രഖ്യാപിച്ചതോടെയാണ് എം.എൽ.എമാർ മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചത്. കോൺഗ്രസ് എം.എൽ.എമാർ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുകയും പ്രശംസ ചൊരിയുകയും കൂടി ചെയ്തു. വികസന കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്ന മുഖ്യമന്ത്രി എന്നടക്കം പ്രശംസ മറ്റ് ബി.ജെ.പി നേതാക്കളെ വേദിയിലിരുത്തിയാണ് കോൺഗ്രസ് എം.എൽ.എമാർ നടത്തിയത്. ഇതാണ് ഹരിയാനയിൽ ഒരു ഓപ്പറേഷൻ താമരയുടെ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരാൻ ഇടയാക്കിയത്. മാത്രമല്ല കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കവും ഹരിയാനയിലെ ബി.ജെ.പിയുടെ നീക്കങ്ങൾക്ക് കരുത്താകുന്നുണ്ട്. ഭൂപീന്ദർ സിംഗ് ഹൂഡ ക്യാമ്പും എതിരാളികളും പരസ്പരം പോരാടുമ്പോൾ ഹരിയാനയിലെ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിരുന്നും കോൺഗ്രസ് പതറുന്ന കാഴ്ചയാണ് കാണുന്നത്.